ഇന്ന് ഡിസംബർ 28 പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയുടെ ജന്മദിനം. 1937 ഡിസംബർ 28 മുംബൈയിൽ നവൽ ടാറ്റയുടെയും സുനി ടാറ്റയുടെയും മകനായി ജനനം. സ്കൂൾ പഠനം മുംബൈയിലായിരുന്നു. തുടർന്ന് 1962 അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്റ്റിൽ ബിരുദം നേടിയ ശേഷം ജോൺസൺ എമ്മോസ് എന്ന കമ്പനിയിൽ കുറച്ചുകാലം ജോലി ചെയ്തു. 1962 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ രത്തൻ ടാറ്റ കുടുംബ സംരംഭമായ ടാറ്റ ഗ്രൂപ്പിൽ ചേർന്നു. 1971 നെൽകോ ഡയറക്ടർ, 1974 ടാറ്റ സൺസ് കൺസൾട്ടൻസി ചെയർമാൻ, 1975 ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കി. ടാറ്റ ഗ്രൂപ്പിലെ വിവിധ കമ്പനികളിൽ ഏറ്റവും താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്താണ് രത്തൻ ടാറ്റ ഗ്രൂപ്പിലെ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1981 ടാറ്റ ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാകുന്നു. 1991 JRD ടാറ്റയിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ 5ാമത്തെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. രത്തൻ ടാറ്റയുടെ കാലത്താണ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കാറുകളായ ഇൻഡിക്കയും നാനോയും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയത്. ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യം ആഗോള വ്യാപകമായി വിപുലീകരിക്കാൻ രത്തൻ ടാറ്റയ്ക്ക് കഴിഞ്ഞു. 6 ഭൂഖണ്ഡങ്ങളിലായി 100-ലേറെ രാജ്യങ്ങളിൽ ടാറ്റ ഗ്രൂപ്പ് എന്ന ഇന്ത്യൻ കമ്പനിയുടെ സാന്നിധ്യം അറിയിച്ച വ്യവസായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായി. 8 ലക്ഷത്തോളം ജീവനക്കാർ ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. വമ്പൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുമ്പോഴും ലളിതമായ ജീവിതം നയിച്ച വ്യക്തി, മനുഷ്യസ്നേഹി. തന്റെയും ടാറ്റ ഗ്രൂപ്പിന്റെയും സമ്പത്തിൽ വലിയൊരു ശതമാനവും മാനവക്ഷേമത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും മാറ്റിവെച്ച മനുഷ്യസ്നേഹിയായ വലിയ മനുഷ്യൻ. 2000 പത്മഭൂഷണും 2008 പത്മവിഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 86-ാം വയസ്സിൽ ലോകം കണ്ട മനുഷ്യസ്നേഹിയായ വ്യവസായി രത്തൻ ടാറ്റ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു.